Fourier സീരീസിലെ കുറച്ച് പ്രോബ്ലംസ് കൂടി നോക്കാം. And the Fourier series f of x equal to mod x on minus pi to pi. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത് ഇതിന്റെ ലെങ്ത് എത്രയാണ്? എത്ര ലെങ്ത് വരുന്നത്? മൈനസ് പൈ അല്ലെ? അപ്പോൾ എന്തായി? 2π ആണ്. അപ്പോൾ ഫുൾ റേഞ്ച് എക്സ്പാൻഷൻ ആണ്, ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ അല്ല. ഇനി നമുക്ക് ഇവിടെ മോഡ് എക്സ് ആണ്. അപ്പോൾ മോഡ് എക്സ് നമുക്ക് സ്പ്ലിറ്റേഷൻ അറിയാം. എങ്ങനെയാണ് മോഡ് എക്സ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? 0 മൈനസ് എക്സ് അല്ലെ, എക്സ് ലെസ് ദാൻ 0. ഇനി പോസിറ്റീവ് എക്സ് ആകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇവിടെ തന്നിട്ട് എങ്ങനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ് അല്ലെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ലിമിറ്റ് തന്നിട്ടുണ്ട് എങ്ങനെ? മൈനസ് പൈ ടു പൈ ആണ് സ്പ്ലിറ്റേഷൻ. അപ്പോൾ മൈനസ് എക്സ് സ്പ്ലിറ്റ് മൈനസ് പൈ മുതൽ എക്സ് ലെസ് ദാൻ 0 വരെയും പോസിറ്റീവ് എക്സ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ വരെയാണ്. കിട്ടിയല്ലോ. ഇനി ഫസ്റ്റ് എ നോട്ട് ഉപയോഗിക്കുക. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യണം ഇൻഡെക്സ്. അപ്പോൾ 1/2π ഇൻഡെഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും? മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ഈക്വൽ ടു 1/2π മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് ഇവിടെ മൈനസ് എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു പൈൻ്റെ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/2π. ഇനി എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് പൈ ടു 0. ഈ മൈനസ് അവിടുത്തെ ഇവിടുത്തെ മൈനസ് ആണ്, പുറത്തേക്ക് എഴുതിയെന്നുള്ളൂ. ഇനി പ്ലസ് എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 0 ടു പൈ. ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റൊക്കെ അപ്ലൈ ചെയ്യുക. 1/2π ഞാൻ മൈനസ് 1/2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? 0 സ്ക്വയർ മൈനസ് പൈ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ 1/2 ഔട്ട് സൈഡ് എടുത്തു. എന്നിട്ട് അപ്പർ ലിമിറ്റ് പൈ അപ്ലൈ ചെയ്ത് പൈ സ്ക്വയർ ആയി മൈനസ് എന്തായി? 0 സ്ക്വയർ ഈക്വൽ ടു 1/2π മൈനസ് 1/2 അല്ലെ, 0 മൈനസ് പൈ സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു പൈ സ്ക്വയർ ഈക്വൽ ടു 1/2π. ഇവിടെ അല്ലെ മൈനസ് പ്ലസ് ആയി. ഇപ്പോൾ 1/2 പൈ സ്ക്വയർ പ്ലസ് 1/2 പൈ സ്ക്വയർ ഈക്വൽ ടു എന്തായി? 1/2π ഇൻറ്റു പൈ സ്ക്വയർ ഈക്വൽ ടു എന്തായി? π/2 ആയി. അപ്പോൾ എ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? π/2. ഇനി അടുത്തത് എ എൻ എടുക്കണം. എ എൻ ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി ഇൻറ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുക. ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/π. ഇനി മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് എന്ന് വരും മൈനസ് എക്സ് ആണ്. അപ്പോൾ കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു പൈ എക്സ് എഫ് ഓഫ് എക്സ് ഇവിടെ വരുന്ന എക്സ് ആണ്, കോസ് എൻ എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വാല്യൂ വന്നിരുന്നത്? എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്പോൾ എന്താവും? ഫസ്റ്റ് ലിമിറ്റ് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു 0 എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് അല്ല. അപ്പോൾ ലിമിറ്റ് വരുന്നത് ഇൻറ്റഗ്രേഷൻ ചെയ്ത സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് പൈ ടു 0 പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു 0 ഈക്വൽ ടു അല്ലേ. ഇവിടെ അപ്പർ ലിമിറ്റ് 0 ആണ്. 0 ഇൻറ്റു സൈൻ എൻ 0 മൈനസ് ഓഫ് മൈനസ് പൈ ഇൻറ്റു സൈൻ എൻ പൈ ഓൾ ഡിവൈഡഡ് ബൈ എൻ. ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 1/n സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്തു. അതാ കോസ് എൻ ഇൻറ്റു 0 മൈനസ് കോസ് എൻ ഓഫ് മൈനസ് പൈ ഈക്വൽ ടു
നമുക്കറിയാം സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 0 ആണ്. അതേപോലെ സൈൻ n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഈ സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അതുപോലെ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഹോൾ റൈസ് ടു n ആണ്. ഇനി കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് കൊണ്ട് അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ നോക്കുക, സൈൻ അല്ല n × 0 ആണ്, ഇത് സൈൻ 0 ആണ്, 0 ആയി. ഈ സൈൻ n പൈ എന്തായി, ഇത് 0 ആയി. അപ്പോൾ ഈ ടൈം മൊത്തം എന്തായി, 0 ആയി. അപ്പോൾ 0/n ആയി. ഇനി അടുത്ത് 1/n². ഇവിടെ നോക്കുക, കോസ് n × 0, അപ്പോൾ കോസ് 0 ആയി അല്ലേ. അപ്പോൾ എന്താ ഇവിടെ കോസ് 0 മൈനസ് ഇവിടെ എന്താവും, കോസ് ഓഫ് n ഓഫ് മൈനസ് പൈ ആണ്. അപ്പോൾ കോസ് n പൈ വരും. കോസ് n പൈ അല്ലെ, കോസ് n പൈ വരും. ഇനി കോസ് n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -1 ഹോൾ റൈസ് ടു n ആണ്. അത് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതേപോലെ എടുത്ത് എഴുതിയാലും മതി. അപ്പോൾ എന്താ കഴിയുമ്പോൾ 1/n², 1 മൈനസ് കോസ് n പൈ. ഓക്കെ, ഇതിവിടെ നിർത്താം. ഇനി എന്താണ് അടുത്ത ലിമിറ്റ് ചെയ്യാം. ലിമിറ്റ് 0 to പൈ x ഇൻറ്റു എന്താണ് കോസ് nx dx. ഇനി എന്താണ് ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്താവും, എക്സ് സൈൻ nx ബൈ n 0 to പൈ പ്ലസ് അടുത്ത കോസ് nx ബൈ n² 0 to പൈ. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു സൈൻ n പൈ മൈനസ് 0 ഇൻറ്റു സൈൻ n ഇൻറ്റു 0 ഓൾ ഡിവൈഡഡ് ബൈ n പ്ലസ് എന്താ കോസ് n പൈ മൈനസ് കോസ് n ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ n² അല്ലേ. ഇത് സൈൻ n പൈ 0 ആണ്, ഇവിടെ n ഇൻറ്റു 0 ആണ്, സൈൻ 0 എന്താണ്, അതും 0 ആണ്. ഇനി കോസ് n ഇൻറ്റു 0 ആണ്, കോസ് 0 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇവിടെ 1/n ആണ്. പ്ലസ് എന്തായി ഇവിടെ 1/n ഔട്ട് സൈഡ്, 1/n² ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ കോസ് n പൈ എന്തായി -1 അല്ലെ, കോസ് 0 1 ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ നിർത്തിച്ചത് അല്ലെ, a0 ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രൽ എന്തായിരുന്നു ഇവിടെ -π to 0 എന്തായാലും x ഇൻറ്റു കോസ് nx dx പ്ലസ് ഇൻ്റഗ്രൽ 0 to പൈ x ഇൻറ്റു കോസ് nx dx ആണ്. ഇതുവരെ എഴുതത്തില്ല. അപ്പോൾ വാല്യൂസ് അപ്ലൈ ചെയ്യുക. എന്താ ഇവിടെ x ഇൻറ്റു കോസ് nxൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിരുന്നത്. അപ്പോൾ മൈനസ് ഓഫ് 1/n², 1 മൈനസ് കോസ് n പൈ ആണ്. ഇനി പ്ലസ്, ഇനി ഇതിൻ്റെ x ഇൻറ്റു കോസ് nx ഇവിടെ വാല്യൂ ആണ് എന്താണ് 1/n² ഇൻറ്റു കോസ് n പൈ -1. ഇനി രണ്ടിൽ എന്തുണ്ട്, 1/n² ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുക്കും. അപ്പോൾ 1/n² ഇൻറ്റു പൈ വന്നു. ഇനി അടുത്തതാവും മൈനസ് റിമൂവ് ചെയ്യുമ്പോൾ -1 പ്ലസ് കോസ് n പൈ, അടുത്ത് ഇവിടെ പ്ലസ് കോസ് n പൈ -1. ശരിയല്ലോ. ഇനി ഇപ്പം എന്താവും, ആഡ് ചെയ്യുമ്പോൾ -2 അല്ലെ, -2 വരും. അപ്പോൾ ഈക്വൽ ടു എന്താ 1/n² പൈ ഇൻറ്റു എന്തായി 2 കോസ് n പൈ -2t. രണ്ട് സൈഡിലും 2 ഉണ്ടല്ലോ, അത് ഔട്ട് സൈഡ് 2/n² പൈ എന്താവും കോസ് n പൈ -1. അപ്പോൾ ഇതാണ് എൻ്റെ വാല്യൂ. ഇനി അടുത്ത എന്ത് ചെയ്യണം, bn കണ്ടുപിടിക്കണം. bn ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -π ടു പ്ലസ് പൈ f ഓഫ് x ഇൻറ്റു സൈൻ nx dx. ഇനി എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുക. 1/π ഇൻറ്റു ഇൻ്റഗ്രൽ എന്താണ് -π ടു 0 f ഓഫ് x ഇൻറ്റു സൈൻ nx dx പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ f ഓഫ് x സൈൻ nx dx ഈക്വൽ ടു 1/π. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് മാറ്റി ചെയ്താൽ എന്താണ് -π ടു 0 എഫ് ഓഫ് എക്സ് ആണ്, -x ആണ്, സൈൻ എക്സ് ഡി എക്സ് പ്ലസ് ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ nx dx. നമുക്കറിയാം ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ nx ഇവിടെ ഉണ്ട്, nx dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് -x കോസ് nx ബൈ n
പ്ലസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്. ഇനി ഇപ്പോൾ ഫസ്റ്റ് ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താവും? ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. മൈനസ് പുറത്തേക്ക് എടുത്തിട്ട് എന്തായി? എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് പൈ ടു 0 പ്ലസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ മൈനസ് പൈ ടു 0. ഇനി എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് 1/n പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി എന്താവും? എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ആയി. അപ്പോൾ എന്തായി? മൈനസ് പൈ ടു 0. അതിൽ അടുത്തതിൽ എൻ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്താവും? സൈൻ എൻ എക്സ് മൈനസ് പൈ ടു 0 ഈക്വൽ ടു മൈനസ് 1/n. അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 ഇൻറ്റു കോസ് എൻ ഇൻറ്റു 0 മൈനസ് ഓഫ് മൈനസ് പൈ കോസ് എൻ ഓഫ് മൈനസ് പൈ കിട്ടും അല്ലേ? ഇനി പ്ലസ് 1/n സ്ക്വയർ അപ്പർ ലിമിറ്റ് ആകുമ്പോൾ സൈൻ എൻ ഇൻറ്റു 0 മൈനസ് സൈൻ ഓഫ് എൻ ഇൻറ്റു മൈനസ് പൈ കിട്ടും. ഓക്കെ, ഈക്വൽ ടു മൈനസ് 1/n. ഇതെന്തായി? 0 ക്വാണ്ടിറ്റി 0 ആണ്. ഇനി മൈനസ് അല്ല, മൈനസിന് മൈനസ് പ്ലസ് ആയി പൈ. ഇനി ഇവിടെ കോസ് എൻ ഓഫ് മൈനസ് പൈ എന്ന് പറഞ്ഞാൽ കോസ് എൻ പൈ തന്നെയാണ്. ഈ പ്ലസ് 1/n സ്ക്വയർ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആയി. സൈൻ എൻ ഓഫ് പൈ എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പോൾ ഇത് ടോട്ടൽ എന്തായി? 0 ആണ്. അപ്പോൾ എന്താ ആൻസർ ഉണ്ടാവും ഇവിടെ? മൈനസ് 1/n പൈ ഇൻറ്റു കോസ് എൻ പൈ എന്ന വാല്യൂ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ഇൻ്റഗ്രേഷന് എന്താണ്? 0 ടു പൈ ആണ്. എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ ലിമിറ്റ് എടുക്കുമ്പോൾ എന്താവും? 0 ടു പൈ ആണ്. പ്ലസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ് 0 ടു പൈ. എന്ത് ചെയ്യുക? ഈ മൈനസ് 1/n എന്നിനെ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് 0 ടു പൈ പ്ലസ് ഇവിടെ 1/n സ്ക്വയറിന് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്താവും? സൈൻ എൻ എക്സ് 0 ടു പൈ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു മൈനസ് 1/n അപ്പർ ലിമിറ്റ് പൈ എടുക്കുമ്പോൾ പൈ ഇൻറ്റു കോസ് എൻ പൈ മൈനസ് 0 ഇൻറ്റു കോസ് എൻ ഇൻറ്റു 0 ആയി പ്ലസ് 1/n സ്ക്വയർ ഇൻറ്റു അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുമ്പോൾ സൈൻ എൻ പൈ മൈനസ് സൈൻ എൻ ഇൻറ്റു 0 ഈക്വൽ ടു മൈനസ് 1/n പൈ ഇൻറ്റു ഇതെന്താണ്? കോസ് എൻ പൈ. ലൈറ്റ് 0 ടേം മൊത്തം 0 ആയി പ്ലസ് 1/n സ്ക്വയർ ആയി. ഇവിടെ എന്ത് ചെയ്യും? സൈൻ എൻ പൈ മൈനസ് സൈൻ 0 അല്ല, സൈൻ എൻ പൈ 0 ആണ്. ഇവിടെയും അല്ല, സൈൻ 0 0 ആണ്. അപ്പോൾ ഈക്വൽ ടു മൈനസ് 1 അല്ല π/n കോസ് എൻ പൈ എന്ന് കിട്ടി. ശരിയല്ലോ? ഇനി എന്ത് ചെയ്യുക? ഇൻറ്റഗ്രൽ അല്ല bn ആയിരുന്നു. bn ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പൈ ഏതായിരുന്നു? എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ആയിരുന്നു നമ്മൾ എഴുതിയത്. അപ്പം അങ്ങനെ മാറ്റി എഴുതി നമ്മൾ 1/n ഇൻറ്റു മൈനസ് ഓഫ് മൈനസ് പൈ ടു 0 എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു പൈ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഈ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 1/π മൈനസ് അല്ലേ, പിന്നെ ഇതിൻ്റെ വാല്യൂ ചെയ്തപ്പോൾ മൈനസ് π/n കോസ് എൻ പൈ പ്ലസ് ഇതിൻ്റെ വാല്യൂ ചെയ്തപ്പോൾ മൈനസ് π/n കോസ് എൻ പൈ ഇട്ട്. ഇനി ഇത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്താവും? 1/π ഇൻറ്റു π/n ഇൻറ്റു കോസ് എൻ പൈ മൈനസ് π/n കോസ് എൻ പൈ. അല്ല, അത് പ്ലസ് മൈനസ് ആയതുകൊണ്ട് ഇതെന്തായി? ടോട്ടലി 0 ആയി. ബി എൻ്റെ വാല്യൂ എന്താണ്? 0 കിട്ടി. ഇനി എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സിലേക്ക് അപ്ലൈ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കോസ് nx പ്ലസ് bn സൈൻ nx ആണ്.
അല്ലേ? എ നോട്ടിൻ്റെ വാല്യൂ എന്തായിരുന്നു? π/2 ആയിരുന്നു. പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity. എൻ്റെ വാല്യൂ എന്തായിരുന്നു? 2/n² π cos n π മൈനസ് 1 പിന്നെ ഇവിടുത്തെ cos nx പ്ലസ് ബി എൻ്റെ വാല്യൂ 0 ആണ്. 0 ഇൻറ്റു സൈൻ nx അല്ല. അപ്പം ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അത് ക്ലോസ് ചെയ്തു. ഞാൻ π/2 പ്ലസ് ഞാൻ ഈ 2π ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ 2/π ഔട്ട് സൈഡ് എടുത്തു. സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity. ബാക്കി എന്ത് വരും? cos nπ മൈനസ് 1/n² ഇൻറ്റു cos nx. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റിന് find the Fourier series f of x equal to minus 1/2 pi plus x if minus pi less than x less than 0. ഇനി അടുത്തത് 1/2 pi minus x if 0 less than x less than pi. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? 2π തന്നെയാണ് വരുന്നത്. അപ്പോൾ സാധാ ഫുൾ റേഞ്ച് എക്സ്പാൻഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? നമ്മൾ എ നോട്ട് കണ്ടുപിടിക്കാം. എ നോട്ട് ഈക്വൽ ടു 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റേഷൻ ഉണ്ട്. 1/2 പൈ എങ്ങനെ എഴുതാം? മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 1/2 പൈ എന്തായി? മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? മൈനസ് 1/2 പൈ പ്ലസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to പൈ ഇവിടെ എഫ് ഓഫ് എക്സ് 1/2 പൈ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. എന്ത് ചെയ്യാം? ഇൻ്റഗ്രേഷന് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2π. ഇനി ഇവിടെ മൈനസ് 1/2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 പൈ ഡി എക്സ് പ്ലസ് അതേപോലെ ഞാൻ അടുത്ത ഇൻ്റഗ്രേഷൻ്റെ സ്പ്ലിറ്റേഷൻ എത്തുമ്പോൾ മൈനസ് പൈ ടു 0 എക്സ് ഡി എക്സ് വരും. ഓക്കെ. ഇനി അടുത്ത 1/2 ഔട്ട് സൈഡ് എടുക്കുക. എന്നിട്ട് ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് വരിക 0 to പൈ പൈ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 to പൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു എല്ലാത്തിലും ഒരു 1/2 ഉണ്ടല്ലോ. അത് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്താ? 1/2 പൈ ഇൻറ്റു അല്ലേ? 1/2 ഔട്ട് സൈഡ് എടുത്തു. ഇനി മൈനസ് പൈ ഔട്ട് സൈഡ് എടുത്തപ്പോൾ മൈനസ് പൈ ടു 0 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 എക്സ് ഡി എക്സ് പ്ലസ് പൈ ഇൻ്റഗ്രൽ 0 to പൈ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 to പൈ എക്സ് ഡി എക്സ്. ഇനി എന്തായി? 4π ആയി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? എക്സ് മൈനസ് പൈ ടു 0 മൈനസ് x²/2 മൈനസ് പൈ ടു 0 പ്ലസ് പൈ ഇൻറ്റു എക്സ് 0 to പൈ മൈനസ് x²/2 0 to പൈ. ഇനി ഈക്വൽ ടു 1/4π മൈനസ് പൈ ഇൻറ്റു അപ്പർ ലിമിറ്റ് 0 കൊടുത്തു. 0 മൈനസ് ഓഫ് മൈനസ് പൈ മൈനസ് ഈ 1/2 പുറത്തേക്ക് എടുത്തു. ഇനി പ്ലസ് 0² മൈനസ് മൈനസ് പൈ ഹോൾ സ്ക്വയർ ആയി പ്ലസ് പൈ ഇൻറ്റു അല്ലേ? അപ്പർ ലിമിറ്റ് പൈക്ക് പൈ മൈനസ് 0 ആയി. 1/2 ഔട്ട് സൈഡ് എടുത്തു. എന്നിട്ട് എന്താകും? π² മൈനസ് 0² ഈക്വൽ ടു 4π മൈനസ് പൈ ഇൻറ്റു മൈനസ് പൈ ആവും. കാരണം ഇവിടെ മൈനസ് പൈ ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് പൈ കിട്ടും അല്ലെ? മൈനസ് മൈനസ് പ്ലസ്. അപ്പോൾ പ്ലസ് പൈ മൈനസ് 1/2 ഇൻറ്റു എന്താവും? മൈനസ് π² ആയി പ്ലസ് പൈ ഇൻറ്റു പൈ മൈനസ് 1/2 ഇൻറ്റു π². സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4π മൈനസ് π² മൈനസ് മൈനസ് പ്ലസ് 1/2 π² പ്ലസ് π² മൈനസ് 1/2 π². ഇവിടെ പ്ലസ് 1/2 π² ഉണ്ട്. ഇവിടെ മൈനസ് 1/2 π² ഉണ്ട്. വെട്ടിപ്പോവും. ഇവിടെ മൈനസ് π² ഉണ്ട്. ഇവിടെ പ്ലസ് π² ആണ്. അപ്പോൾ എന്താവും? 1/4π ഇൻറ്റു 0 ആയി. അപ്പോൾ എന്തായാലും വാല്യൂ 0 ആയി. ഇനി അടുത്തത് എ കണ്ടുപിടിക്കാം. അപ്പോൾ an ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് nx dx. ഞാൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും?
minus pi to 0 f of x into cos nx dx plus integral 0 to pi f of x cos nx dx. 1 by pi minus pi to 0 f of x ന്റെ വാല്യൂ ഇവിടെ minus 1 by 2 into pi plus x cos nx dx plus integral 0 to pi 1 by 2 pi minus x into cos nx dx ആണ്. ഈ എല്ലാത്തിലും ഒരു 1 by 2 ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 1 by 2 pi ആയി. ഇനി ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് വരുത്തുക. അപ്പോൾ എന്താ മൈനസ് പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 cos nx dx മൈനസ് integral minus pi to 0 x into cos nx dx plus ഇവിടെ പൈ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to pi cos nx dx മൈനസ് ഇൻ്റഗ്രൽ 0 to pi x cos nx dx. ഈ ഓരോന്നിനെയും എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഈ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 cos nx dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, കോസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ nx by n മൈനസ് പൈ ടു 0 1 by 2 ഔട്ട് സൈഡ് എടുത്തിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ n into 0 മൈനസ് സൈൻ n ഓഫ് മൈനസ് പൈ അല്ലേ. സൈൻ ഓഫ് n പൈ 0 ആണ്, സൈൻ 0 0. അപ്പോൾ 1 by n into 0 ഈക്വൽ ടു എന്ത് കിട്ടി, 0 കിട്ടി. ഇനി അടുത്തത് ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ എന്താണ്, എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് അറിയാം. എന്താണ് 1 by n ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ആണെന്നും അല്ലെ, പ്ലസ് 1 by n സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ആണെന്ന് അറിയാം. ഇനി എന്ത് അതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 by n എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് മൈനസ് പൈ ടു 0 പ്ലസ് 1 by n സ്ക്വയർ കോസ് എൻ എക്സ് മൈനസ് പൈ ടു 0. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ 0 ഇൻറ്റു സൈൻ എൻ ഇൻറ്റു 0 മൈനസ് ഓഫ് മൈനസ് പൈ അല്ലേ, മൈനസ് പൈ ലോവർ ലിമിറ്റിൽ മൈനസ് പൈ സൈൻ ഓഫ് എൻ ഓഫ് മൈനസ് പൈ പ്ലസ് 1 by n സ്ക്വയർ ഇൻറ്റു കോസ് എൻ ഇൻറ്റു 0 മൈനസ് കോസ് ഓഫ് എൻ ഓഫ് മൈനസ് പൈ. ഇവിടെ നോക്കുക സൈൻ അല്ല 0 ഇൻറ്റു ടേം ടോട്ടൽ എന്തായി, ഇത് 0 ആയി. ഇവിടെ സൈൻ എൻ പൈ വരും, അപ്പോൾ എന്താവും അതും 0 ആണ്. അപ്പോൾ ഇവിടെ എന്തായി 1 by n ഇൻറ്റു 0 പ്ലസ് 1 by n സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്താ കോസ് 0 മൈനസ് കോസ് എൻ പൈ. അപ്പോൾ എന്താ 1 by n സ്ക്വയർ ഇൻറ്റു അല്ല കോസ് 0 1 ആണ്, അപ്പോൾ 1 മൈനസ് കോസ് എൻ പൈ എന്ന് കിട്ടും. കിട്ടിയല്ലോ. ഇനി അടുത്ത ഇൻ്റഗ്രേഷൻ, അടുത്ത ലിമിറ്റിൽ വരുന്നത് ഇൻ്റഗ്രൽ 0 to pi കോസ് എൻ എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. ഇൻ്റഗ്രൽ 0 to pi ആണ് ലിമിറ്റ് അല്ലേ. അപ്പോൾ 1 by n ഇൻറ്റു അപ്പർ ലിമിറ്റ് സൈൻ എൻ പൈ മൈനസ് സൈൻ 0 എത്ര വരും അല്ല, എൻ പൈ എന്ന് പറഞ്ഞാൽ സൈൻ എൻ പൈ പറഞ്ഞാൽ 0 ആണ്, സൈൻ 0 0. അപ്പോൾ എന്തായി 1 by n ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി അടുത്തത് ഇൻ്റഗ്രൽ 0 to pi എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്തെങ്കിലും വന്നിരുന്നത് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് അല്ലേ, 0 to pi വരും, ഒരു 1 by n ഉണ്ട്. ഇനി പ്ലസ് 1 by n സ്ക്വയർ ഇൻറ്റു എന്താണ് കോസ് എൻ എക്സ് 0 to pi. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 by n ഇൻറ്റു എക്സിന് പൈ അപ്പർ ലിമിറ്റ് സൈൻ എൻ പൈ മൈനസ് 0 ഇൻറ്റു സൈൻ എൻ ഇൻറ്റു 0 പ്ലസ് 1 by n സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ മൈനസ് കോസ് എൻ ഇൻറ്റു 0 അല്ലേ. സൈൻ എൻ പൈ 0 ആണ്, 0 ഇൻറ്റു ആകുമ്പോൾ 0. അപ്പോൾ എന്തായത് 1 by n ഇൻറ്റു 0. ഇനി പ്ലസ് എന്തായി 1 by n സ്ക്വയർ ഇൻറ്റു ഇവിടെ നിന്ന് കോസ് എൻ പൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എൻ പൈ കോസ് 0. ഇനി
1/n സ്ക്വയർ cos n pi മൈനസ് cos 0 എത്ര 1 ആണ്. ശരിയല്ലോ. ഇനി നമുക്ക് ആ an-ലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം an ഈക്വൽ ടു എന്താണ് 1/pi ഇൻ്റഗ്രൽ -pi to 0 f of x into cos nx dx ആണ്. അപ്പം അതിന് നമ്മൾ അങ്ങനെ മാറ്റി എഴുതിയിരുന്നു. 1/pi എടുത്ത് എഴുതിയിരുന്നു അല്ല, ഒരു 2 ഉണ്ടായിരുന്നു താഴെ, 1/2 ഉണ്ടായിരുന്നു. ഇനി ബാക്കി എന്ത് വരും? -pi ഇൻ്റഗ്രൽ -pi to 0 dx മൈനസ് ഇൻ്റഗ്രൽ -pi to 0 x cos nx dx പ്ലസ് pi into integral 0 to pi dx minus integral 0 to pi x into cos nx dx equal to 1/2 pi. ഫസ്റ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്തായിരുന്നു? 0 ആണ്. മൈനസ് ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്തായിരുന്നു? 1/n സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് n പൈ ആണ്. പ്ലസ് പൈ ഇൻറ്റു ഈ ഇൻ്റഗ്രേഷൻ വാല്യൂ 0 ആയിരുന്നു, മൈനസ് 1/n സ്ക്വയർ, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ 1/n 11 സ്ക്വയർ ഇൻറ്റു കോസ് n പൈ മൈനസ് 1. ഇവിടെ നോക്കുക, 1/n സ്ക്വയർ കോമൺ ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുക്കുക. മൈനസ് 1/n സ്ക്വയർ കോമൺ ആക്കി ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അത് മൈനസ് 1/2 ഇൻറ്റു പൈ ഇൻറ്റു n സ്ക്വയർ. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? 1 മൈനസ് കോസ് n പൈ പ്ലസ് കോസ് n പൈ മൈനസ് 1. ഇവിടെ പ്ലസും മൈനസും വെട്ടിപ്പോയി, -1ഉം +1 വെട്ടിപ്പോയി, എന്തായി? അവിടെ 0 ആയി. അപ്പോൾ 1/2πn സ്ക്വയർ ഇൻറ്റു 0. അപ്പോൾ എന്തായി? എൻ്റെ വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. Pn ഈക്വൽ ടു 1/pi ഇൻ്റഗ്രൽ -pi to pi f of x ഇൻറ്റു sin nx dx. ഇനി ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -pi to 0 f of x into sin nx dx plus integral 0 to pi f of x sin nx dx. ഇനി f of x ൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? -pi to 0 minus 1/2 into pi plus x into sin nx dx plus integral 0 to pi 1/2 pi minus x into sin nx dx equal to 1/pi. ഇനി എല്ലാത്തിലും ഒരു 1/2 ഉണ്ട്, അത് ഔട്ട് സൈഡ്. അപ്പം എന്താ ഇവിടെ 2π. എന്ത് ചെയ്യുക? ലിമിറ്റ് ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് വരുത്തുക. അപ്പോൾ പൈ ഇൻറ്റു -pi ഇൻറ്റു സൈൻ nx dx ആയി. ഇനി മൈനസ് ഇൻ്റഗ്രൽ -pi to 0 എന്തായി? x ഇൻറ്റു സൈൻ nx dx. ഇവിടെ പൈ ഔട്ട് സൈഡ് എടുത്തിട്ട് ഇൻ്റഗ്രൽ 0 to pi സൈൻ nx dx മൈനസ് ഇൻ്റഗ്രൽ 0 to pi x ഇൻറ്റു സൈൻ nx dx. ഇനി ഓരോന്നിനും ഇൻ്റഗ്രേറ്റ്. ഫസ്റ്റ് ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ -pi to 0 സൈൻ nx dx ഈക്വൽ ടു എന്താ വരിക? -1/n കോസ് nx ആണ്. -pi to 0 അപ്പോൾ -1/n കോസ് n ഇൻറ്റു 0 മൈനസ് കോസ് n ഓഫ് -pi വരും. എന്ത് വരും? -1/n കോസ് n ഓഫ് 0 അല്ല, n ഇൻറ്റു 0 കോസ് 0 ആണ്. അപ്പോൾ കോസ് 0 മൈനസ് കോസ് n പൈ. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ -1/n കോസ് 0 1 ആണ്. അപ്പോൾ 1 മൈനസ് കോസ് n പൈ കിട്ടും. ഇനി അടുത്ത ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാം. -pi to 0 x ഇൻറ്റു സൈൻ nx dx ഈക്വൽ ടു അല്ല, ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ -1/n x ഇൻറ്റു കോസ് nx ആണ്. ഇവിടെ ലിമിറ്റ് പറയുന്നത് -pi to 0 ആണ്, പ്ലസ് 1/n സ്ക്വയർ ഇൻറ്റു സൈൻ nx എന്ത് വരും? -pi to 0. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x എന്നാൽ 0 ആണ്. അപ്പോൾ ലിമിറ്റ് 0 ഇൻറ്റു കോസ് n ഇൻറ്റു 0 മൈനസ് -pi ഇൻറ്റു കോസ് n ഓഫ് -pi പ്ലസ് 1/n സ്ക്വയർ ഇൻറ്റു സൈൻ n ഇൻറ്റു 0 മൈനസ് സൈൻ n ഇൻറ്റു -pi വരും.
ഈക്വൽ ടു മൈനസ് 1/n. ഇത് അല്ല, സീറോയിൻ്റെ ടേം പറഞ്ഞാൽ സീറോ തന്നെയാണ്. ഇനി മൈനസ് പ്ലസ് ആയി പൈ ഇൻറ്റു കോസ് ഓഫ് അല്ല എൻ പൈ, ഇനി പ്ലസ് 1/n² ഇൻറ്റു സൈൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. ഈ സൈൻ ഓഫ് എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ. അപ്പോൾ ഈ ടേം എന്തായി? സീറോ ആയി. മൈനസ് 1/n അല്ലെ പൈ കോസ് എൻ പൈ കിട്ടി. ഇനി അടുത്തത് ഇൻ്റഗ്രൽ 0 to പൈ സൈൻ nx dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വാല്യൂ, ഇൻ്റഗ്രേഷൻ വാല്യൂ വരുമ്പോൾ എന്താണ്? 1/n മൈനസ് 1/n ഇൻറ്റു കോസ് nx 0 to പൈ. അപ്പോൾ മൈനസ് 1/n ഇൻറ്റു കോസ് n പൈ മൈനസ് കോസ് n ഇൻറ്റു 0 ഈക്വൽ ടു മൈനസ് 1/n ഇൻറ്റു കോസ് n പൈ മൈനസ് കോസ് 0 മൈനസ് 1/n ഇൻറ്റു കോസ് n പൈ മൈനസ് 1. ഇനി അടുത്തത് എന്താണ്? ഇൻ്റഗ്രൽ 0 to പൈ x ഇൻറ്റു സൈൻ nx dx ഈക്വൽ ടു മൈനസ് 1/n ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് nx ലിമിറ്റ് 0 to പൈ പ്ലസ് 1/n² ഇൻറ്റു സൈൻ nx 0 to പൈ. ഈ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ nxൻ്റെ ഇൻ്റഗ്രേഷനാണ് മൈനസ് 1/n എക്സ് ഇൻറ്റു കോസ് nx പ്ലസ് 1/n² ഇൻറ്റു സൈൻ nx. നമ്മൾ കുറേ പ്രാവശ്യം ചെയ്തതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഇതിലേക്ക് ലിമിറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൈനസ് 1/n ഇൻറ്റു അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുമ്പോൾ എക്സ് പൈ ഇൻറ്റു കോസ് n പൈ 0 ഇൻറ്റു കോസ് n ഇൻറ്റു 0 പ്ലസ് 1/n² ഇൻറ്റു സൈൻ n പൈ മൈനസ് സൈൻ n ഇൻറ്റു 0 ഈക്വൽ ടു 1/n ഇൻറ്റു പൈ ഇൻറ്റു കോസ് n പൈ അല്ല 0 ഇനി ടേം അത് 0 ആണ് പ്ലസ് 1/n². ഇവിടെ നോക്കുക സൈൻ n പൈ 0 ആണ്, n ഇൻറ്റു 0 അപ്പോൾ സൈൻ 0 0 ആണ്. അപ്പോൾ എന്തായി? 0 ആയി. മൾട്ടിപ്ലൈ എന്താവും? മൈനസ് π/n കോസ് n പൈ കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്കറിയാം bn ഈക്വൽ ടു 1/π മൈനസ് π to പൈ അല്ലേ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ nx dx ആണ്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതിയിരുന്നു? 1/2π മൈനസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ 0 അല്ല മൈനസ് പൈ ടു 0 സൈൻ nx dx മൈനസ് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 എക്സ് ഇൻറ്റു സൈൻ nx dx പ്ലസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to പൈ സൈൻ nx dx മൈനസ് ഇൻ്റഗ്രൽ 0 to പൈ എക്സ് ഇൻറ്റു സൈൻ nx dx. ഇതിലേക്ക് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും? ഈക്വൽ ടു 1/2π അല്ലേ മൈനസ് പൈ ഇൻറ്റു മൈനസ് 1/n ഇൻറ്റു 1 മൈനസ് കോസ് n പൈ മൈനസ് π/n കോസ് n പൈ പൈ ഇൻറ്റു മൈനസ് 1/n ഇൻറ്റു കോസ് n പൈ മൈനസ് 1 മൈനസ് π/n കോസ് n പൈ. അപ്പോൾ എല്ലാം വാല്യൂ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അതിൽ എന്തുണ്ട്? 1/n ഉണ്ട്, ഇവിടെ ഒരു 1/n ഉണ്ട്, ഇവിടെ ഒരു 1/n ഉണ്ട്, 1/n ഉണ്ട് അല്ല. അതേപോലെ എല്ലാത്തിലും ഒരു പൈ ഉണ്ടല്ലോ. അപ്പോൾ π/n ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് വരും? π/n ഇൻറ്റു ഇവിടെ തന്നെ 1/2π ഉണ്ട് അല്ലേ. ബാക്കി ഇവിടെ എന്താവും? മൈനസ് മൈനസ് പ്ലസ് ആയി 1 മൈനസ് കോസ് n പൈ ഇവിടെ പ്ലസ് കോസ് n പൈ. ഇനി മൈനസ് ഓഫ് എന്തായി? കോസ് n പൈ മൈനസ് 1 മൈനസ് മൈനസ് അവിടെ പ്ലസ് ആയി അവിടെ കോസ് n പൈ ആയി. ഈ പൈയും ഇവിടുത്തെ പൈ വെട്ടിപ്പോയി. ഇപ്പോൾ എന്തായി? 1/2n ആയി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ മൈനസ് കോസ് n പൈ ഉണ്ട്, ഇവിടെ ക്ലോസ്, അത് രണ്ടും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കിൻ്റെ 1 മൈനസ് ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക, മൈനസ് കോസ് n പൈ ആയി. ഇനി മൈനസ് മൈനസ് പ്ലസ് 1 പ്ലസ് കോസ് n പൈ ആയി. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇപ്പോൾ വീണ്ടും പ്ലസ് ഓർ മൈനസ് ഉണ്ട് അല്ലേ. മൈനസ് കോസ് n പൈയും പ്ലസ് കോസ് അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇപ്പോൾ 2n ഇൻറ്റു 1 പ്ലസ് 1 ആയി. അപ്പോൾ എന്തായി? 1/2n ഇൻറ്റു 2 കിട്ടി. ആൻസർ എന്തായി? bn ൻ്റെ വാല്യൂ എന്തായി?
1/n ആയി. അപ്പം ഇനി ഫോറിയർ സീരീസ് ചെയ്താൽ അപ്പം എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to infinity an cos nx പ്ലസ് bn sin nx. എ നോട്ടിൻ്റെ വാല്യൂ 0 ആണ്. സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity എ നോട്ടിൻ്റെ വാല്യൂ 0, എൻ്റെ വാല്യൂ 0 ഇൻറ്റു കോസ് എൻ എക്സ്, ബി എൻ്റെ വാല്യൂ 1/n ആണ്, സൈൻ എൻ എക്സ്. അപ്പോൾ എന്തുവരും സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity സൈൻ എൻ എക്സ് ബൈ എൻ ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോറിയർ സീരീസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫോറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് minus pi by 2 less than x less than pi by 2 x minus x if x pi by 2 less than x less than 3 by 2. ഇതിന് ലെങ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് 2π തന്നെയാണ് അല്ലെ. 3π by 2 നിന്ന് മൈനസ് പൈ ബൈ 2 സബ്ട്രാക്ട് ചെയ്ത് അല്ലെ കഴിഞ്ഞാൽ എന്ത് കിട്ടും അല്ലെ. 3π/2 by 2 മൈനസ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ എന്തായി 3π/2 പ്ലസ് പൈ ബൈ 2 ദാറ്റ് ഈസ് 4π/2 ഈക്വൽ ടു 2π കിട്ടിയല്ലോ. അപ്പോൾ ലെങ്ത് 2π തന്നെയാണ്. ഇതിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്തൂടെ. എക്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 0 ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായി മാറും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലേ മൈനസ് പൈ ബൈ 2 ലെസ് താൻ പൈ ബൈ 2. ഇവിടെ 0 ആയി. എന്തായി പൈ ബൈ 2 ലെസ് താൻ 3π/2 എന്നിട്ട്. അപ്പം ഇനി ആകെ ഇത് ഈ ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കേണ്ട എന്താണ് 0 ആണ്. അപ്പോൾ ആകെ ചെക്ക് ചെയ്ത് നോക്കേണ്ട എന്തുള്ളൂ മൈനസ് പൈ ബൈ 2 മുതൽ പ്ലസ് പൈ ബൈ 2 വരെ ചെയ്താൽ മതി. ഫസ്റ്റ് അപ്പം എന്ത് ചെയ്യുക എ നോട്ട് വേണം എടുക്കുക. എ നോട്ട് ഈക്വൽ ടു 1/2π ഇൻറ്റഗ്രൽ മൈനസ് പൈ അല്ലെ പൈ ബൈ 2 ടു ഇവിടെ കിടക്കുന്നത് മൈനസ് പൈ ബൈ 2 ടു 3π/2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് ഈക്വൽ ടു 1/2π. ഇനി ഇൻറ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ പൈ ബൈ 2 ടു 3π/2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2π. ഇതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്താണ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ പൈ ബൈ 2 ടു 3π/2 0 dx. അപ്പോൾ ഈ ഇൻറ്റഗ്രേഷൻ എന്തായി 0 ആയി മാറും. അപ്പോൾ ഇതിനെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും ഈക്വൽ ടു 1/2π അല്ലെ. എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താവും x²/2 അല്ലെ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 വരെ. ഇനി അപ്പോൾ 1/2π അത് 1/2 ഔട്ട് സൈഡ് എടുത്തു. ഇനി പൈ ബൈ 2 അപ്പർ ലിമിറ്റ് പൈ ബൈ 2 അപ്ലൈ ചെയ്ത് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് പൈ ബൈ 2 അപ്ലൈ ചെയ്തു. ഓക്കെ ബ്രാക്കറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു. ഈ 2 അല്ല ഈ 2 × 2 വെച്ചാൽ 1/4π ആയി. ഇനി എന്തായി π²/4. ഇനി മൈനസ് π² ആണോ പ്ലസ് π². അപ്പോൾ π²/4. അപ്പോൾ പ്ലസ് മൈനസ് ആണ് വെട്ടിപ്പോയി. അപ്പോൾ എന്തായി 1/4π × 0 ഈക്വൽ ടു 0 കിട്ടി. ഇനി അടുത്ത് an ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു 3π/2 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ പൈ ബൈ 2 ടു 3π/2 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി ഇപ്പോൾ ഫംഗ്ഷൻ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 അല്ലേ എക്സ് അല്ല എഫ് ഓഫ് എക്സ് ഇവിടെ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ പ്ലസ് പൈ ബൈ 2 ടു 3π/2 0 ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഈ 0 ഇൻറ്റു കോസ് ആണ് ഇത് എന്തായി ടോട്ടൽ 0 ആയിപ്പോയി. ഇതിനെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ എന്താവും ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പോൾ മറ്റേ ടേം 0. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 1/π എന്തായി 1/n ഇൻറ്റു എക്സ് സൈൻ എൻ എക്സ് മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2
പ്ലസ് 1/n² ഇൻറ്റു cos nx മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2. ഇനി 1/π ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും പൈ ബൈ 2 ഇൻറ്റു സൈൻ n പൈ ബൈ 2 മൈനസ് ഓഫ് പൈ ബൈ 2 സൈൻ n മൈനസ് പൈ ബൈ 2 പ്ലസ് 1/n² ഇൻറ്റു cos n പൈ ബൈ 2 minus cos of n of minus pi by 2 equal to pi by 2 1/n into ഇനി ഇവിടെ അതേപോലെ n pi by 2 sin n pi by 2 ഈ മൈനസും പ്ലസ് അപ്പോൾ pi by 2 into sin of minus x എന്ന് പറഞ്ഞാൽ sin of minus x എന്ന് പറഞ്ഞാൽ മൈനസ് sin x ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് പുറത്തേക്ക് അപ്പോൾ മൈനസ് sin n pi by 2 കിട്ടി. ഇനി പ്ലസ് n 1/n² cos n pi by 2 ഇനി ഇതെന്താവും cos ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് cos x ആണ്. അപ്പോൾ എന്താവും ഇത് cos n pi by 2 അല്ല അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി 0 ആയി കിട്ടി. ഇവിടെ നോക്കുക ഇത് അല്ല ഇവിടെ മൈനസ് വരുമ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി അപ്പോൾ ഇത് 0 ആയി കിട്ടി. അപ്പോൾ ഈക്വൽ ടു 1/π ഇൻറ്റു അല്ലേ എന്തൊരു ഈ ടേം 0 ആയി ഇൻറ്റു 0 അപ്പോൾ എന്തായി പ്ലസ് 0 ആണ് വരുന്നത്. അപ്പോൾ എന്തായി 1/π ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 കിട്ടി. ഇനി അടുത്തത് എന്താണ് bn ഈക്വൽ ടു 1/π ഇൻറ്റു എന്താണ് ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു 3π ബൈ 2 f of x ഇൻറ്റു sin nx dx. ഇനി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ പ്ലസ് പൈ ബൈ 2 f of x ഇൻറ്റു sin nx dx പ്ലസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3π ബൈ 2 f of x ഇൻറ്റു sin nx dx. ഇനി ഫംഗ്ഷൻ വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഇവിടെ എക്സ് ആണ് സൈൻ എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3π ബൈ 2 0 ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഇനി ഇപ്പോൾ ഇത് മൊത്തം 0 ആയിപ്പോയി. ബാക്കി എന്തുണ്ടാവുള്ളൂ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും പൈ ഇൻറ്റു അല്ലേ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ -1/n ഔട്ട് സൈഡ് എടുത്തു എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 പ്ലസ് 1/n² ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എന്താവും സൈൻ എൻ എക്സ് മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. ഈക്വൽ ടു എന്തായി 1/π മൈനസ് 1/n ഔട്ട് സൈഡ് ഉണ്ട്. ഇനി എക്സിന് എന്ത് കൊടുക്കുക പൈ അല്ല പ്ലസ് പൈ ബൈ 2 കൊടുക്കുക. അപ്പോൾ കോസ് എൻ പൈ ബൈ 2 മൈനസ് ഓഫ് എന്താവും മൈനസ് പൈ ബൈ 2 ഇൻറ്റു കോസ് മൈനസ് പൈ ബൈ 2 പ്ലസ് 1/n² ഇൻറ്റു സൈൻ എൻ പൈ ബൈ 2 മൈനസ് സൈൻ മൈനസ് ഓഫ് പൈ ബൈ 2 വരും ഈക്വൽ ടു 1/π മൈനസ് 1/n പൈ ബൈ 2 ഇൻറ്റു കോസ് എൻ പൈ ബൈ 2 ഈ മൈനസും പ്ലസ് പൈ ബൈ 2 കോസ് എൻ ഓഫ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് തന്നെ. അപ്പോൾ എന്താ കോസ് എൻ പൈ ബൈ 2 പ്ലസ് 1/n² ഇൻറ്റു സൈൻ എൻ പൈ ബൈ 2 അല്ലെ സൈൻ ഓഫ് മൈനസ് എക്സ് ആണ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ എന്തായി മൈനസ് പ്ലസ് സൈൻ എൻ പൈ ബൈ 2 ഈക്വൽ ടു 1/π രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും 2 ആവും അല്ലെ. അപ്പോൾ 2π ബൈ 2 ഇൻറ്റു മൈനസ് 1/n കോസ് എൻ പൈ പ്ലസ് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്തായി
2/n² sin n π/2 കിട്ടും. എന്ത് ചെയ്യുക, ഈ 2 വെട്ടി, അപ്പോൾ എന്താവും, പിന്നെ ഈക്വൽ ടു 1/π ഇൻറ്റു അല്ലെ, അപ്പം എന്തായി -π/n cos n π പ്ലസ് 2/n² sin n π/2. ഇനി പൈനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും -1/n cos n π/2 പ്ലസ് 2/n² π ഇൻറ്റു sin n π/2 കിട്ടി. ഇതാണ് നമ്മളെ ബി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos nx പ്ലസ് bn sin nx. അല്ലേ, ഇവിടെ a0ന്റെ വാല്യൂ 0 ആണ്. ഇപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an-ന്റെ വാല്യൂ 0 ആണ്. 0 ഇൻറ്റു cos nx, bn-ന്റെ വാല്യൂ എന്തിട്ട് -1/n cos n π/2 പ്ലസ് 2/n² π sin n π/2. ഇനി ഇവിടെ sin nx ഈക്വൽ ടു ഇവിടെ 2. ഇത് ഒന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, ഒക്കെ പ്ലസിൻ്റെ അകത്തും അങ്ങനെ ആയതുകൊണ്ട് അതേപോലെ എടുത്തത്. സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity എന്താണ് 1/n ഇൻറ്റു ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇൻറ്റു 1/n ഇൻറ്റു cos n π/2 പ്ലസ് 2/n² π sin n π/2 ഇൻറ്റു sin nx. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോറിയർ സീരീസ്.